തിരുവനന്തപുരം കുറ്റാമത്ത് വീട് ജപ്തി ചെയ്യാൻ ഉദ്യോഗസ്ഥരെത്തിയതിനു പിന്നാലെ മണ്ണെണ്ണ ദേഹത്തൊഴിച്ച വീട്ടുടമ കുറ്റാമം സ്വദേശി ഫ്ലോറൻസ് ആണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പിന്നാലെ ജപ്തി നടപടി നിർത്തിവെച്ചു. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് 2 ലക്ഷം രൂപ കുടുംബം വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് വൈകിയതോടെയാണ് കോടതി ഉത്തരവ് പ്രകാരമാണ് അധികൃതർ ജപ്തി ചെയ്യാൻ എത്തിയത്. അയാൾ ബ്ലൈഡിന് പൈസ കൊടുക്കുന്നതാണ്. ഞങ്ങൾ അന്നത്തെ അവസ്ഥയിൽ ആശുപത്രി കേസിനിട്ട് കാശ് മേടിച്ചത് ശരിയാ. കാശ് മേടിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഇതും ഇല്ലാതെ ആ കാശ് മേടിച്ചതിന്റെ ഇരട്ടി പലിശ അയാൾ മേടിച്ചിട്ടാ ഇപ്പൊ ഇങ്ങനെയുള്ള ഓർഡറുകൾ ഉണ്ടോ? ഇതിന്റെ കേസിന്റെ പിറകെ കേസിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് അതിലേക്കുള്ള ഇത് ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഇതാ ഈ വീട്ടിൽ കിടക്കുന്ന ഈ രോഗികളെ ഇട്ടിട്ട് ഞങ്ങൾ എവിടെ പോകണം? സുനിഷ അയ്യലൂരുണ്ട്. സുനിഷ, അപ്പോൾ അവർ പറയുന്നതിൽ ന്യായമുണ്ട്. അവരുടെ നിസ്സഹായാവസ്ഥ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. പക്ഷേ കോടതി ഉത്തരവ് പ്രകാരമാണ് ജപ്തി ചെയ്യാനായി എത്തിയത്. ഇന്നിപ്പോൾ പിന്മാറിയെങ്കിലും ഇനിയും അവർക്ക് ജപ്തി ചെയ്യാൻ വരേണ്ടി വരില്ലേ? അപ്പോൾ എന്താണ് ഇനി ഈ ഒരു സംഭവത്തിൽ നടക്കാൻ സാധ്യത? ഷിഹാസെ, ഉറപ്പായും വീണ്ടും ജപ്തി ചെയ്യാനായി എത്തുമോ എന്നൊരു ആശങ്ക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. സംഭവം നടക്കുന്നത് ഈ കൊറ്റാമം സ്വദേശിയായ ജെയിംസും ഫ്ലോറൻസും, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ചികിത്സയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിനാൻസ് ഉടമയിൽ നിന്നും 2 ലക്ഷത്തിലധികം രൂപ കടം വാങ്ങിയിരുന്നു എന്നുള്ളതാണ്. പിന്നാലെ ഈ പണം നൽകിയാൽ ഈ സ്ഥലം നൽകാമെന്നുള്ള രീതിയിലാണ് പത്രത്തിൽ ഒപ്പിട്ടിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ വസ്തുവിന്റെ കരമടക്കാമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ മോഹൻദാസ്, ഫിനാൻസ് ഉടമയായ മോഹൻദാസ്, ഇയാളിൽ നിന്നും ഈ പ്രമാണം എടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 10 വർഷത്തിന് ശേഷം ജെയിംസ് മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ തിരിച്ചടവ് വൈകിയതിനു പിന്നാലെ കോടതിയുടെ ഉത്തരവുമായി മോഹൻദാസും ഈ ആളുകളും ഇവിടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. പണം അടച്ചില്ല എങ്കിൽ ജപ്തി ചെയ്യുമെന്നുള്ളൊരു നിലപാടിലേക്ക് അവർ എത്തുകയും ജപ്തി ചെയ്യാൻ തുടങ്ങുകയുമായിരുന്നു. പക്ഷേ ജെയിംസിന്റെ മകൻ ഈ 17 ലക്ഷം രൂപയായി തിരിച്ചു നൽകാം, കുറച്ച് സാവകാശം വേണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അതൊന്നും കൂട്ടാക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പിന്നാലെ ജപ്തി നടപടികളുമായി മുന്നോട്ട് പോകാനുള്ളൊരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഫ്ലോറൻസ് ഈ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. പിന്നാലെ തന്നെ പോലീസ് അടക്കം ഇടപെടുകയും ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇരു കൂട്ടരുമായി സംസാരിച്ച് ഏതെങ്കിലും തരത്തിൽ സംയമനത്തിൽ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ആളുകൾ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ അന്ന് 2 ലക്ഷമായിരുന്നു വാങ്ങിയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 17 ലക്ഷത്തിന് മുകളിൽ പണം നൽകാമെന്നുള്ളതാണ് ഇയാളുടെ കുടുംബം പറയുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ജപ്തി നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും തുടർ നടപടികൾ നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ് ഷിഹാസ്. ശരി, സുനിഷ അയ്യലൂരാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.